നമസ്കാരം. വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. 6 ട്രേഡിംഗ് ദിനങ്ങൾ ഉണ്ടായിരുന്ന ഒരു വാരമാണ് കടന്നുപോകുന്നത്. ധാരാളം മാക്രോ എക്കണോമിക് ഘടകങ്ങൾക്ക് പുറമെ ബഡ്ജറ്റ് തന്നെയായിരുന്നു പ്രധാന ആകർഷണം. ആദായ നികുതിയിൽ വൻ ഇളവുകൾ പ്രഖ്യാപിച്ചതും മധ്യവർഗത്തിന് കൂടുതൽ പരിഗണന നൽകിയതുമൊക്കെ അനുകൂലമായിരുന്നെങ്കിലും അത് വിപണിയിൽ പ്രതിഫലിച്ചില്ല. സ്പെഷ്യൽ ട്രേഡിംഗ് സെഷനിൽ ശനിയാഴ്ച 23,600 നിഫ്റ്റി മറികടന്നെങ്കിലും ചാഞ്ചാട്ടങ്ങൾക്കൊടുവിൽ 23,500 കൈവിട്ടുകൊണ്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രതിവാരാടിസ്ഥാനത്തിൽ നിഫ്റ്റി 1.69% നേട്ടം നൽകിയപ്പോൾ 2.36% മുന്നേറ്റമാണ് ബാങ്ക് നിഫ്റ്റി നടത്തിയത്. സൂചികകളിൽ ശക്തമായ നേട്ടം നൽകിയ റിയൽറ്റി മേഖല 11.5% കുതിപ്പാണ് കാഴ്ചവെച്ചത്. 5%-ലധികം ഓട്ടോ സൂചികയും 4%-ൽ കൂടുതൽ മുന്നേറ്റം FMCGയും നടത്തി. പ്രോഫിറ്റ് ബുക്കിംഗിൽ കാലിടറിയ IT സൂചിക 3.43% ഇടിഞ്ഞു. കൂടാതെ 1.5%-ൽ കൂടുതൽ ഇടിവ് മെറ്റൽ മീഡിയ സൂചികകളും രേഖപ്പെടുത്തി. FOMC യോഗ തീരുമാനങ്ങളും ട്രംപിന്റെ പ്രഖ്യാപനങ്ങളുമായിരുന്നു പോയ വാരം അമേരിക്കൻ സൂചികകളെ നയിച്ചത്. വെള്ളിയാഴ്ച വന്ന കോർ PCE ഡാറ്റയും അഡ്വാൻസ്ഡ് GDP അനുമാനങ്ങളിലെ കുറവും വിപണിക്ക് നിർണായകമായി. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ സമ്മിശ്ര പ്രതികരണത്തിലാണ് അമേരിക്കൻ സൂചികകൾ വ്യാപാരം അവസാനിപ്പിച്ചത്. ഡൗ ജോൺസ് 0.27% നേട്ടം റിപ്പോർട്ട് ചെയ്തപ്പോൾ നാസ്ഡാക്ക് 100 1.37% ഇടിവിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. S&P 500 1% ഇടിവും രേഖപ്പെടുത്തി. ലേബർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഡാറ്റകളാണ് അടുത്ത വാരം അമേരിക്കൻ സൂചികകളെ കാത്തിരിക്കുന്നത്. ഫെബ്രുവരി 3 വരുന്ന നിർമ്മാണ മേഖലയുടെ PMI കണക്കുകളാണ് അടുത്ത വാരം ആദ്യം വിപണിയെ കാത്തിരിക്കുന്നത്. ഫെബ്രുവരി 4 ജോൾസ് ജോബ് ഓപ്പണിംഗ് ഡാറ്റയാണ് ലേബർ മാർക്കറ്റിൽ വരുന്ന ആദ്യ ഡാറ്റ. തുടർന്ന് 5 ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ഡാറ്റയും നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കും. സർവീസ്, നിർമ്മാണ ഇതര PMI കണക്കുകളും അന്ന് തന്നെ വരും. ഇതോടെ അമേരിക്കൻ ഇക്കണോമിയുടെ സമീപ ഭാവി നിക്ഷേപകർക്ക് വിലയിരുത്താൻ സാധിക്കും. തുടർന്ന് ഫെബ്രുവരി 6 പതിവ് പോലെ ഇനീഷ്യൽ ജോബ്ലെസ് ഡാറ്റയും എത്തും. ഒപ്പം അന്ന് തന്നെ വരുന്ന ഡിസംബറിലെ നോൺ ഫാം പ്രൊഡക്ടിവിറ്റി ഡാറ്റയും എത്തുന്നുണ്ട്. കൃഷി ഒഴികെയുള്ള മറ്റ് മേഖലകളിലെ തൊഴിൽ വിപണിയെ ഈ ഡാറ്റയിലൂടെ വിലയിരുത്താൻ സാധിക്കും. കൂടാതെ ഫെബ്രുവരി 7 വരുന്ന ജനുവരിയിലെ നോൺ ഫാം പേറോൾസ്, പ്രൈവറ്റ് നോൺ ഫാം പേറോൾസ്, തൊഴിലില്ലായ്മ ഡാറ്റയും കൂടി അമേരിക്കൻ തൊഴിൽ വിപണിയുടെ ട്രെൻഡ് വിലയിരുത്താൻ സഹായിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന US-ന്റെ അഡ്വാൻസ്ഡ് GDP അനുമാനത്തിലെ അപ്രതീക്ഷിത കുറവ് ആശങ്ക സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ലേബർ മാർക്കറ്റ് വളർച്ച US-നെ സംബന്ധിച്ച് നിർണായകമാണ്. യൂറോപ്പിലേക്ക് വരുമ്പോൾ ECB പലിശ നിരക്ക് 25 ബേസിസ് പോയിന്റ് കുറച്ചതും CPI അടക്കമുള്ള ഡാറ്റകളുമായിരുന്നു യൂറോപ്യൻ സൂചികകളുടെ ഗതിയെ നിർണയിച്ചത്. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡാക്സ് 1.58% കുതിച്ചപ്പോൾ ഫുഡ്സെ 100 0.1% പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. CAC 40 ആകട്ടെ 0.28% നേട്ടവും റിപ്പോർട്ട് ചെയ്തു. ഫ്രാൻസ്, ജർമ്മനി, യൂറോസോൺ, ബ്രിട്ടൻ എന്നിവയുടെ നിർമ്മാണ മേഖലയുടെ ജനുവരിയിലെ PMI കണക്കുകളോടായിരിക്കും ആദ്യം യൂറോപ്യൻ സൂചികകൾ പ്രതികരിക്കുക. ഒപ്പം അന്ന് തന്നെ വരുന്ന CPI കണക്കുകളും വിപണി ശ്രദ്ധ ആകർഷിക്കും. പ്രധാന യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഈ ഡാറ്റകൾ നിർണായകമാണ്. തുടർന്ന് 5-നെത്തുന്ന ഫ്രാൻസ്, ജർമ്മനി, യൂറോസോൺ, ബ്രിട്ടൻ എന്നിവയുടെ സർവീസ് PMI ഡാറ്റയും ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ കോമ്പസൈറ്റ് PMI കണക്കുകളും വിപണി ശ്രദ്ധ ആകർഷിക്കും. ഫെബ്രുവരി 6 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ധനനയ യോഗ തീരുമാനങ്ങളും അറിയാം. ECBക്ക് പിന്നാലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും 25 ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറച്ചുകൊണ്ട് 4.75%-ൽ നിന്നും 4.5%-ആക്കി കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ തീരുമാനവും വിപണിയിൽ ചലനം സൃഷ്ടിച്ചേക്കാം. ഏഷ്യൻ മേഖലയിൽ ചൈനീസ് വിപണികൾ ഒരു ലോങ് വീക്കെൻഡിന് ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത്. നിക്കേ 225 2.94% പ്രതിവാര നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. അടുത്തയാഴ്ച ഫെബ്രുവരി 4 വരുന്ന ജപ്പാന്റെ സർവീസ് PMI ഡാറ്റയോടായിരിക്കും പ്രധാനമായും വിപണി പ്രതികരിക്കുക. കമോഡിറ്റി മാർക്കറ്റിൽ ഒരു ഇടിവാണ് പോയ വാരം കാണാൻ കഴിഞ്ഞത്.
ബ്രന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 1.6% ഇടിവോടെ ബാരലിന് $76.18 വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WTI ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 1.29% ഇടിഞ്ഞ് ബാരലിന് $73.2 എന്ന നിലയിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതിക്ക് പുതിയ നികുതി ചുമത്തും എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന എണ്ണവിലയെ പിന്തുണച്ചു. അതേസമയം ഫെബ്രുവരി 3 നടക്കുന്ന OPEC പ്ലസ് മീറ്റിംഗ് ആണ് വിപണി കാത്തിരിക്കുന്നത്. ടെക്നിക്കൽ സൈഡിൽ ബ്രന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $76 തുടർന്ന് $75.66 അപ്സൈഡിലേക്ക് വരുമ്പോൾ $77.05 ഇത് മറികടക്കാൻ സാധിച്ചാൽ $78.4 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ലെവലുകൾ അനുസരിച്ച് WTI ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $72.28 തുടർന്ന് $72.28 $71.8 സപ്പോർട്ട് പരിഗണിക്കാം. മറുവശത്ത് $73.53 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈയൊരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $74.83 തുടർന്ന് $74.3 റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാം. സ്വർണ്ണവിലയിലേക്ക് വന്നാൽ $2,817 എന്ന സർവകാല ഉയരം തൊട്ട് തുടർച്ചയായ 5ാം ആഴ്ചയിലും നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിവാരാടിസ്ഥാനത്തിൽ 0.99% നേട്ടത്തോടെ ട്രോയ് ഔൺസിന് $2,797.46 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വ്യാപാര താരിഫുകൾ സേഫ് ഹെവൻ അസറ്റിന്റെ ഡിമാൻഡ് കൂട്ടിയതും ട്രംപിന്റെ പുതിയ നയങ്ങൾ പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമെന്ന ആശങ്കകളുമാണ് സ്വർണ്ണവിലയുടെ നേട്ടത്തിന് കാരണമായത്. വരുന്ന സെഷനുകളിൽ സൈക്കോളജിക്കൽ ലെവലായ $2,800 സ്വർണം ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. RSI ഇൻഡിക്കേറ്റർ ഓവർബോട്ട് സോണിലേക്ക് കടക്കുന്നതിന്റെ വക്കിലാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവിലയിൽ കൺസോളിഡേഷൻ ആണ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ഡൗൺ സൈഡിൽ $2,773 മുതൽ $2,772 റേഞ്ചിലാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ $2,758 മുതൽ $2,756 റേഞ്ചിലും തുടർന്ന് $2,740 സപ്പോർട്ട് പ്രതീക്ഷിക്കാം. കരുത്താർജിക്കുന്ന ഡോളറും വിദേശ നിക്ഷേപകരുടെ പണം പിൻവലിക്കലും രൂപയ്ക്ക് വെല്ലുവിളി ഉയർത്തി. വാരാന്ത്യത്തിൽ 0.43% ഇടിവോടെ 86.51 എന്ന ലെവലിലാണ് രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. സർവകാല ഉയരമായ 86.69 രൂപയിലാണ് വരുമാഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. തുടർന്ന് 87 രൂപ എന്ന സൈക്കോളജിക്കൽ ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് 86.31 രൂപ എന്ന ലെവലിൽ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. തുടർന്ന് 86.14 രൂപയിലും ഈ ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 85.85 രൂപയും റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാവുന്നതാണ്. പോയ വാരം കേന്ദ്ര ബജറ്റ് തന്നെയായിരുന്നു ആഭ്യന്തര വിപണിയുടെ ഗതി നിശ്ചയിച്ചത്. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 8ാമത്തെ ബജറ്റ് ഒരു കോമൺ മാൻസ് ഡ്രീം ബഡ്ജറ്റ് തന്നെയായിരുന്നു. മിഡിൽ ക്ലാസ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ 2025-26 കേന്ദ്ര ബഡ്ജറ്റിൽ ആദായ നികുതി സ്ലാബുകളിൽ അനുകൂലമായ മാറ്റമുണ്ടായി. അതായത് പുതിയ നികുതി വ്യവസ്ഥ പ്രകാരം സെക്ഷൻ 87A റിബേറ്റ് 25,000 രൂപയിൽ നിന്ന് 60,000 രൂപയാക്കി ഉയർത്തി. മാത്രമല്ല പഴയ നികുതി വ്യവസ്ഥയിൽ 50,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ നികുതി വ്യവസ്ഥയിൽ പ്രകാരം 75,000 രൂപ വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതുകൊണ്ട് തന്നെ 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ആദായ നികുതി നൽകേണ്ടതില്ല. ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോട്ടറിയിൽ നിന്നോ കുതിരപ്പന്തയത്തിൽ നിന്നോ ഉള്ള വരുമാനം തുടങ്ങിയവ നിർദ്ദിഷ്ട വ്യവസ്ഥ പരിഗണിക്കില്ല എന്നാണ്. സെൽഫ് എംപ്ലോയിഡ്, ചെറുകിട ബിസിനസ്സുകൾ, സാലറീഡ് ക്ലാസ് എന്നിവരുൾപ്പെടെ നിലവിലുള്ള നികുതിദായകരിൽ ഏകദേശം 85% പേർക്കും ഇത് ഗുണം ചെയ്യും. പുതിയ നികുതി വ്യവസ്ഥയിലുള്ള 15 ലക്ഷവും പഴയ നികുതി വ്യവസ്ഥയിലെ 10 ലക്ഷം എന്ന പരിധിയിൽ നിന്ന് 24 ലക്ഷത്തിന് മുകളിലുള്ള വരുമാനത്തിന് പരമാവധി നികുതി നിരക്ക് 30% ഉയർത്തിയത്. ആദായ നികുതി റിട്ടേണുകൾ നൽകാനുള്ള കാലാവധി 4 വർഷമാക്കിയിട്ടുണ്ട്. ഒപ്പം മുതിർന്ന പൗരന്മാരുടെ TDS പരിധിയും 1 ലക്ഷമാക്കി. പുതിയ ഇൻകം ടാക്സ് ബില്ല് അടുത്തയാഴ്ച ഉണ്ടാകുമെന്നും ധനമന്ത്രി പറഞ്ഞു. പഴയ സ്കീം പിന്തുടരുന്നവർക്ക് 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെ 5% നികുതി തുടർന്ന് നൽകേണ്ടി വരും. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഫിസ്ക്കൽ ഡെഫിസിറ്റ് GDPയുടെ 4.4% കുറയ്ക്കുമെന്ന നിർമ്മല സീതാരാമന്റെ പ്രഖ്യാപനമായിരുന്നു. അതായത് മൂലധന ചെലവ് 11.21 ലക്ഷം കോടി രൂപയായിരിക്കും. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരെയും ബജറ്റിൽ വേണ്ട വിധം പരിഗണിച്ചിട്ടുണ്ട്.
കിസാൻ ക്രെഡിറ്റിന്റെ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി ഉയർത്തി. സംസ്ഥാനങ്ങളുമായി ചേർന്ന് ധൻധാന്യ കൃഷി യോജന പദ്ധതിയും പ്രഖ്യാപിച്ചു. 1.7 കോടി കർഷകർക്കാണ് ഇത് സഹായകമാവുക. വനിതാ സംരംഭകർക്ക് 2 കോടി വരെ വായ്പ നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ലക്ഷം സ്ത്രീകൾക്ക് ഇതിലൂടെ പ്രയോജനം ലഭിക്കും. ടൂറിസം മേഖലയിലും വലിയ പ്രഖ്യാപനങ്ങളാണ് ബഡ്ജറ്റിൽ വന്നിരിക്കുന്നത്. ഹോം സ്റ്റേകൾക്കായി മുദ്രാ ലോണുകൾ നൽകും. PM സ്വനിധി വഴി വഴിയോര കച്ചവടക്കാർക്ക് വായ്പ നൽകും. ന്യൂക്ലിയർ മേഖലയ്ക്ക് 20,000 കോടിയും അനുവദിച്ചു. പോയ വാരത്തിൽ FIIയുടെ ഭാഗത്തു നിന്നും നെറ്റ് സെല്ലിംഗ് ആണ് ഉണ്ടായത്. വിദേശ നിക്ഷേപകർ 21,053 കോടിയുടെ അറ്റ വിൽപ്പന നടത്തിയപ്പോൾ DIIകൾ 22,049.61 കോടിയുടെ നിക്ഷേപവും നടത്തി. ഫെഡറൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണക്കുകളായിരുന്നു പോയ വാരം എത്തിയ പ്രധാന ഡാറ്റ. നവംബറിലെ 7,508.24 ബില്യൺ രൂപയിൽ നിന്നും ഫിസ്ക്കൽ ഡെഫിസിറ്റ് 8,465.94 ബില്യൺ രൂപയായി ഉയർന്നു. വരുന്ന വാരം ഫെബ്രുവരി 3-ന് നിക്കെ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI കണക്കുകൾ എത്തും. ഫെബ്രുവരി 5-ന് നിക്കെ സർവീസസ് PMI ഡാറ്റയും റിപ്പോർട്ട് ചെയ്യും. RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഫെബ്രുവരി 7-നാണ് വരാനിരിക്കുന്നത്. അന്നേ ദിവസം തന്നെ റിസർവ് റിപ്പോ റേറ്റും പ്രഖ്യാപിക്കും. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ ഫെബ്രുവരി 7-ന് റിപ്പോർട്ട് ചെയ്യും. ജനുവരി 31-ന് അവസാനിച്ച വാരത്തിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $5.57 ബില്യൺ ഉയർന്ന് $629.55 ബില്യൺ എത്തി. കോർപ്പറേറ്റ് തലത്തിൽ പ്രധാനപ്പെട്ട കമ്പനികളുടെ പാദഫലങ്ങളായിരുന്നു വിപണിയെ സ്വാധീനിച്ചത്. കോൾ ഇന്ത്യ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ടാറ്റ സ്റ്റീൽ, സിപ്ല, മാരുതി സുസുക്കി, ലാർസൻ ആൻഡ് ട്യൂബ്രോ, അദാനി പോർട്സ്, നെസ്ലെ ഇന്ത്യ, ഇൻഡസിൻഡ് ബാങ്ക് എന്നീ കമ്പനികളുടെ റിസൾട്ടുകളൊക്കെയാണ് പുറത്തുവന്നത്. ദുർബലമായ ഈ ലേല പ്രീമിയങ്ങളിലെ റിയലൈസേഷൻ കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഡിസംബറിൽ അവസാനിച്ച പാദത്തിൽ കോൾ ഇന്ത്യ അറ്റാദായത്തിൽ വാർഷികാടിസ്ഥാനത്തിൽ ഇടിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ റിഫൈനിംഗ് മാർജിൻ കുറഞ്ഞതും ചെലവുകൾ വർദ്ധിച്ചതും ലാഭത്തിൽ കുത്തനെ ഇടിവുണ്ടാകാൻ കാരണമായി. എമർജിംഗ് മാർക്കറ്റുകളിലെയും യൂറോപ്പിലെയും വളർച്ചയാണ് സിപ്ലയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ വാർഷിക വളർച്ചയുണ്ടാക്കിയത്. മൂന്നാം പാദത്തിൽ ശക്തമായ ഓർഡർ ബുക്കും പ്രോജക്ട് ആൻഡ് മാനുഫാക്ചറിംഗ് ബിസിനസ്സുകളിലുടനീളം എക്സിക്യൂഷൻ മൊമെന്റം വർദ്ധിപ്പിച്ചതും ലാർസൻ ആൻഡ് ട്യൂബ്രോയുടെ വരുമാന വളർച്ചയ്ക്കും കാരണമായി. മാരുതി സുസുക്കിയുടെ മൂന്നാം പാദത്തിലെ വരുമാനം പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതലായിരുന്നു. വിൽപ്പനയിൽ ആരോഗ്യകരമായ വളർച്ചയും കമ്പനി റിപ്പോർട്ട് ചെയ്തു. മോശം പ്രവർത്തന പ്രകടനവും ഉയർന്ന കാപ്പി, കൊക്കോ വിലകളിലെ ലാഭക്കുറവുമൊക്കെ FMCG മേജർ നെസ്ലയുടെ അറ്റാദായത്തെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഉണ്ടായിരുന്നത്. എന്നാൽ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ കമ്പനി 5% വാർഷിക വളർച്ച രേഖപ്പെടുത്തി. ബാങ്കിംഗ് സെക്ടറിൽ നിന്നും ഇൻഡസിൻഡ് ബാങ്കിന്റെ പാദഫലമായിരുന്നു ഉണ്ടായിരുന്നത്. ബാങ്കിന്റെ പലിശ വരുമാനം വാർഷികാടിസ്ഥാനത്തിൽ 11% വർദ്ധിച്ചു. ലാഭം 39% കുറയുകയും ഗ്രോസ് NPA 2.25% ഉയർച്ചയും നെറ്റ് NPAയിൽ 0.68% ഉയർച്ചയും രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അസറ്റ് ക്വാളിറ്റിയെ ഇത് ബാധിച്ചു. മൂന്നാം പാദഫലം പുറത്തു വന്നപ്പോൾ അദാനി പോർട്സിന്റെ ലാഭം 14% വർദ്ധിച്ചു. എന്നാൽ പോർട്ട് ഓപ്പറേറ്ററിന്റെ ഒരു പ്രധാന മെട്രിക്കായ കമ്പനിയുടെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി കഴിഞ്ഞ പാദത്തിൽ വെറും 4% മാത്രമാണ് രേഖപ്പെടുത്തിയത്. വരുന്ന വാരത്തിൽ ഫെബ്രുവരി 3-ന് പാദഫലം പ്രഖ്യാപിക്കുന്ന കമ്പനികളിൽ പ്രമുഖർ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഡിവിസ് ലാബ്, ഗ്ലാൻഡ് ഫാർമ, ടാറ്റ കെമിക്കൽസ് എന്നിവയാണ്. പിയർ ഗ്രൂപ്പ് കമ്പനികളിൽ കണ്ട മുന്നേറ്റം പവർ ഗ്രിഡിലും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വർദ്ധിച്ചുവരുന്ന പവർ ഡിമാൻഡ് കമ്പനിയുടെ ലാഭത്തിലെ വർധനയ്ക്ക് കാരണമാകുമെന്നാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. ടൈറ്റൻ കമ്പനി, ഏഷ്യൻ പെയിന്റ്, ടാറ്റ പവർ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ലെമൺ ട്രീ ഹോട്ടൽസ്, ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജി തുടങ്ങിയ പ്രധാന കമ്പനികളുടെ റിസൾട്ടുകൾ ഫെബ്രുവരി 4-നാണ് എത്തുന്നത്. സ്വർണം റെക്കോർഡ് വിലവർധന രേഖപ്പെടുത്തിയപ്പോഴും ഡിമാൻഡിലും കാര്യമായ മുന്നേറ്റം രേഖപ്പെടുത്താനായത് ടൈറ്റൻ ഉൾപ്പെടെയുള്ള കമ്പനികളുടെ വരുമാനത്തിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ക്വാർട്ടർലി അപ്ഡേറ്റ്സിൽ മൂന്നാം പാദത്തിൽ ടൈറ്റൻ 24% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ആഭരണ വിഭാഗത്തിലാകട്ടെ 25% വളർച്ചയും. അതുകൊണ്ട് തന്നെ വരുന്ന റിസൾട്ടുകൾ ടൈറ്റന് നിർണായകമാണ്. പെയിന്റ് സെഗ്മെന്റിൽ നിന്ന് ഇൻഡസ്ട്രി ലീഡറായ ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിമാൻഡിലുണ്ടായ ഇടിവ് കമ്പനിയുടെ പ്രകടനത്തെ മന്ദഗതിയിലാക്കിയേക്കാം. വീക്കായ ഫെസ്റ്റീവ് സീസണും വരുമാന വളർച്ചയെ ബാധിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഫെബ്രുവരി 5-നാണ് ഇൻഫോ എഡ്ജ് ഇന്ത്യ, സൈഡസ് ലൈഫ് സയൻസ്, കമിൻസ് ഇന്ത്യ, അബോട്ട് ഇന്ത്യ, പേജ് ഇൻഡസ്ട്രീസ് എന്നിവയുടെ പാദഫലങ്ങൾ വരാനിരിക്കുന്നത്. കൂടാതെ തൊട്ടടുത്ത ദിവസം ഭാരതി എയർടെൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ITC, ട്രെൻഡ്, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്,
ഹീറോ മോട്ടോകോർപ്പ്, ഭാരത് ഡൈനാമിക്സ് തുടങ്ങിയ വളരെ നിർണായകമായ കമ്പനികളുടെ ഏർണിംഗ് നമ്പേഴ്സും വരും. ടെലികോം കമ്പനികൾ ഇത്തവണ സ്റ്റേബിളായ റവന്യൂ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത്. താരിഫ് വർധനകളും മികച്ച കസ്റ്റമർ അഡീഷനും ഭാരതി എയർടെലിനെ പിന്തുണച്ചാൽ അത് ഓഹരികളിലും ഊർജം പകരും. ക്രെഡിറ്റ് വളർച്ച മന്ദഗതിയിലാകുന്നതും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലെ സമ്മർദ്ദവും SBIയെ സമ്മർദ്ദത്തിലാക്കിയാൽ റിസൾട്ടുകൾ നിരാശാജനകമായേക്കാം. SBI കൂടി പാദഫലം പ്രഖ്യാപിക്കുന്നതോടെ ബാങ്കിംഗ് മേഖലയുടെ ട്രെൻഡ് നിക്ഷേപകർക്ക് വിലയിരുത്താം. FMCG ഭീമനായ ITCയെ സംബന്ധിച്ചിടത്തോളം അഗ്രി, ഹോട്ടൽസ് ആൻഡ് സിഗരറ്റ് ബിസിനസ് നയിക്കുന്ന വിവിധ മേഖലകളിലെ വളർച്ചയുടെ പിൻബലത്തിൽ ടോപ്പ് ലൈൻ വളർച്ച വാർഷികാടിസ്ഥാനത്തിൽ 14% ആയിരിക്കുമെന്നാണ് നിർമ്മൽ ബാങ്ക് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത്. സിഗരറ്റ് ബിസിനസ് സെയിൽസ് 7.5% വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ട്. വോള്യൂം വളർച്ച മിഡ് സിംഗിൾ ഡിജിറ്റ് ആയിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അതേസമയം പണപ്പെരുപ്പ സമ്മർദ്ദങ്ങളും മന്ദഗതിയിലുള്ള ഡിമാൻഡ് ഉണ്ടായിരുന്നിട്ടും മാരിക്കോയും ഡാബറും നൽകിയ മുന്നേറ്റം ITCക്കും ബ്രിട്ടാനിയയ്ക്കും ഉണ്ടാകുമോ എന്നതും മേഖല നിരീക്ഷിക്കും. ഓട്ടോ മേജറായ ഹീറോ മോട്ടോകോർപ്പിനെ സംബന്ധിച്ചിടത്തോളം റിയലൈസേഷനിലെ വർധനവിന് പിന്തുണയോടെ മൂന്നാം പാദത്തിൽ മികച്ച വളർച്ച കൈവരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. രണ്ടാം പാദത്തിലുണ്ടായ തിരിച്ചടി ഭാരത് ഡൈനാമിക്സിനെ ഇത്തവണ ശക്തമായ ഓർഡർ ബുക്ക് പിന്തുണയ്ക്കുമെന്നും കരുതപ്പെടുന്നു. കൂടാതെ ആഴ്ചയിലെ അവസാന ദിനത്തിലാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഓയിൽ ഇന്ത്യ എന്നീ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടുകൾ വരുന്നത്. 4 ദിവസത്തെ വിന്നിംഗ് സ്ട്രീക്ക് ബ്രേക്ക് ചെയ്തായിരുന്നു ബഡ്ജറ്റ് ദിനത്തിൽ നിഫ്റ്റി ഒരു നേരിയ ഇടിവോടെ ക്ലോസ് ചെയ്തത്. ബഡ്ജറ്റിന്റെ പ്രതീക്ഷയിൽ നിഫ്റ്റി 200 EMA അതായത് 23,620 ടെസ്റ്റ് ചെയ്തെങ്കിലും നേട്ടം സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ ഒരു മാർജിനൽ ഫോൾ ആണ് ഇൻഡെക്സിൽ കാണാനിടയായത്. വീക്ക്ലി ബേസിസിൽ നിഫ്റ്റിയുടെ ചാർട്ടിൽ ഒരു ലോങ് ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിലെ ലോ ലെവലുകളിൽ നിന്നുമുള്ള ഒരു റിവേഴ്സലിന്റെ സിഗ്നൽ ആണെന്നാണ് HDFC സെക്യൂരിറ്റീസ് അനലിസ്റ്റ് നാഗരാജ് ഷെട്ടി പറയുന്നത്. സൂചികയിൽ നിലവിലെ ട്രെൻഡ് പോസിറ്റീവ് ആണെങ്കിൽ പോലും 23,500, 23,600 എന്ന റേഞ്ചിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഈ ഏരിയ മറികടക്കാൻ സാധിച്ചാൽ 24,000ലേക്ക് ഒരു ഫർദർ അപ് മൂവ് ഉണ്ടായേക്കാമെന്നും അതോടൊപ്പം നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ട് 23,300 ആയി പരിഗണിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുമാർ പറയുന്നത് മാർക്കറ്റിൽ ഇത്രയും അധികം വോളറ്റിലിറ്റി ഉണ്ടായിട്ടും 4 ദിവസം തുടർച്ചയായി നേട്ടം നൽകാൻ സാധിച്ചത് നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് മൊമെന്റത്തിന്റെ തുടക്കമായി കരുതാമെന്നും കൂടാതെ ഒരു പുൾ ബാക്കിന് സാധ്യത വർദ്ധിക്കുന്നു എന്നുമാണ്. അതോടൊപ്പം RSIയിലെ 40 പോയിന്റ് എന്ന ലെവലിൽ സപ്പോർട്ട് എടുത്തത് സൂചികയിലെ പോസിറ്റീവ് ഔട്ട്ലുക്ക് കൺഫേം ചെയ്യുന്നുവെന്നും അവർ സൂചിപ്പിച്ചു. ലെവൽസുകളിലേക്ക് വരുമ്പോൾ 200 EMA ആയ 23,600 മുതൽ 23,650 എന്ന റേഞ്ച് ഒരു ഹഡിലാണെന്നും 23,270 മുതൽ 23,250 സപ്പോർട്ടായി കണക്കാക്കാമെന്നും അവർ കൂട്ടിച്ചേർത്തു. പക്ഷേ 23,250 താഴെ സൂചിക നീങ്ങിയാൽ വീണ്ടും ഒരു കറക്ഷൻ ഫേസിലേക്ക് പോകാനുള്ള ചെറിയൊരു ചാൻസ് ഉണ്ടെന്നും അവർ പറഞ്ഞു വെക്കുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ 48,900 മുതൽ 50,000 എന്ന ലെവൽസിനിടയിൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. നിഫ്റ്റിക്ക് സമാനമായ ഒരു അപ്മൂവ് ഉണ്ടായെങ്കിലും ക്ലോസിംഗ് ടൈമിൽ ആഴ്ചയുടെ അവസാന ദിനത്തിൽ 0.16% ഇടിവാണ് രേഖപ്പെടുത്തിയത്. വരും ദിവസങ്ങളിൽ ഒരു ഷോർട്ട് കവറിംഗ് റാലി ഉണ്ടായേക്കാമെന്നും ഇത് സൂചികയെ 50,400 എന്ന സ്വിംഗ് ഹൈ ലെവലിലേക്ക് നയിച്ചേക്കാമെന്നുമാണ് ലക്ഷ്മിശ്രീ ഇൻവെസ്റ്റ്മെന്റിലെ റിസർച്ച് ഹെഡ് അൻഷുൽ ജെയിൻ അഭിപ്രായപ്പെടുന്നത്. ഇവിടെ 49,600 ഒരു റെസിസ്റ്റൻസ് പോയിന്റും 48,900 സപ്പോർട്ട് ലെവലായി പരിഗണിക്കാമെന്നും അദ്ദേഹം പറയുന്നു. ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ അഗ്രി, FMCG സെക്ടറിൽ ഉൾപ്പെടെ പ്രതിഫലിച്ചപ്പോൾ മറ്റ് സെക്ടറുകൾ വരുന്ന വാരത്തിലാകും അത് ഡീകോഡ് ചെയ്യുക. വകയിരുത്തലുകൾ ലഭിച്ച മേഖലകൾ കൂടുതൽ മുന്നേറ്റം നൽകാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റിന്റെ അലയൊലികൾ വരുന്ന വാരത്തിലും വിപണിയിൽ പ്രതിഫലിച്ചേക്കാം. മാർക്കറ്റിന്റെ കൂടുതൽ അനാലിസിസും എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെയായിട്ട് തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.